പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് കൂടിയാണ് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചത്. പാക് ഭരണം പിടിച്ചെടുക്കാൻ ജനറൽ അസിം മുനീർ നടത്തുന്ന നീക്കങ്ങൾക്ക് ഇനി വേഗം കൂടുമോ എന്നാണ് അറിയാനുള്ളത്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിന് എന്നും രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സൈന്യം ഭരിക്കുന്ന രീതി, രണ്ട് സൈന്യം തീരുമാനിക്കുന്നത് സർക്കാർ നടപ്പാക്കുന്ന രീതി. സൈന്യത്തെ എതിർത്തവരെല്ലാം ഒന്നുകിൽ അകാലത്തിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ജയിലിലായി. സൈന്യത്തിൽ നിന്ന് വന്ന് ഭരണത്തിലിരുന്ന പർവേസ് മുഷറഫ് ഉൾപ്പെടെയുള്ളവരും ഇങ്ങനെ വേട്ടയാടപ്പെട്ടു. ആ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലേക്ക് കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. ബലോചിസ്ഥാൻ ട്രെയിൻ റാഞ്ചിൽ കഴിഞ്ഞപ്പോൾ മുതൽ വിമർശന നടുവിലാണ് സൈനിക മേധാവി ജനറൽ അസീം മുനീർ. ജിഹാദി ജനറൽ എന്നുവരെ വിശേഷിപ്പിക്കപ്പെടുന്ന മുനീർ ആണ് പാകിസ്ഥാനിലെ ഭീകരപ്രസ്ഥാനങ്ങളുടെ തലതൊട്ടപ്പൻ. പഹൽഗാം ആക്രമണത്തിന് തൊട്ടുമുമ്പ് കശ്മീർ പാകിസ്ഥാന്റെ ഹൃദയധമനിയാണെന്ന് പ്രഖ്യാപിച്ചത് ഈ സൈനിക മേധാവിയാണ്. അയൂബ് ഖാനും യഹ്യ ഖാനും സിയ ഉൾ ഹക്കും പർവേസ് മുഷറഫും സഞ്ചരിച്ച വഴിയാണ് അസീം മുനീർ ഉറ്റുനോക്കിയിരുന്നത്. പാകിസ്ഥാൻ പ്രസിഡന്റ് പദവിയിലേക്ക് വരാൻ സൈന്യത്തെ മാത്രമല്ല അസീം മുനീർ ഒപ്പം നിർത്തിയിരുന്നത്. ഖുർആൻ പണ്ഡിതൻ എന്ന നിലയിൽ തീവ്ര യാഥാസ്ഥിക പുരോഹിതന്മാരെ കൂടിയാണ് ഒപ്പം കൂട്ടാൻ ശ്രമിച്ചിരുന്നത്. അധികാരത്തിലേക്കുള്ള ആ യാത്രയിൽ ആദ്യ തിരിച്ചടി വന്നത് ബലൂചിസ്ഥാനിലാണ്. സൈന്യത്തിനുള്ള ജനപ്രീതി അവിടെ വല്ലാതെ ഇടിഞ്ഞു. ആ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ നടത്തിയ നീക്കമായിരുന്നു പഹൽഗാമിലേത്. യുദ്ധം വന്നാൽ സൈന്യം ശ്രദ്ധയിലെത്തുമെന്നും അധികാരത്തിലേക്ക് നടന്നു കയറാമെന്നുമായിരുന്നു അസീം മുനീറിന്റെ കണക്കുകൂട്ടൽ. മുനീറിന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. 2 ആഴ്ച സമയം കിട്ടിയിട്ടും നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ കഴിഞ്ഞിരുന്ന സൈന്യമാണ് പാകിസ്ഥാനിൽ വിമർശിക്കപ്പെടുന്നത്. സൈന്യത്തെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയത്തിന്റെ ശക്തി ചോരുമോ എന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാനുള്ളതും. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനു വേണ്ടി തെരുവുകളിലെങ്ങും റാലികൾ നടക്കുകയാണ്. ഇപ്പോൾ ഭരിക്കുന്ന ഷഹബാസ് ഷെരീഫും വിമർശന നടുവിലാണ്. ജനപ്രീതി ഇടിഞ്ഞ സർക്കാരാണ് ഭരിക്കുന്നതെന്നതിനാൽ ഇമ്രാൻ അനുകൂല റാലികൾ ജനകീയ പ്രക്ഷോഭമാക്കാനും സാധ്യതയുണ്ട്. പാകിസ്ഥാന് മുന്നിൽ ഇപ്പോൾ ഇന്ത്യ ഉയർത്തുന്ന വെല്ലുവിളി സൈനികമായി മാത്രമല്ല, രാഷ്ട്രീയമായി കൂടിയാണ്. അസീം മുനീർ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ലക്ഷ്യം നേടുമോ, അതോ ഇമ്രാൻഖാൻ തടവറ ഭേദിച്ച് പുറത്തു വരുമോ? ഇതാണ് പാകിസ്ഥാൻ രാഷ്ട്രീയം ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.